കേരളം കാത്തിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എന്താണെന്നറിയാനായി കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. അതിൻ്റെ സെമി ഫൈനൽ പോരാട്ടത്തിൻ്റെ ഫലങ്ങളാണ് അല്പസമയത്തിനകം അറിയാൻ പോകുന്നത്. 8 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും. 244 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക. ആദ്യം 3 മണിക്കൂറുകൾക്കുള്ളിൽ കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളുടെയും ഫലം നമുക്ക് അറിയാൻ സാധിക്കും. ആദ്യം 3 മണിക്കൂർ, അതിനകം തന്നെ കേരളത്തിലെ ഗ്രാമങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് നമുക്കറിയാൻ സാധിക്കും. ഉച്ചയോടുകൂടി കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായും ലഭ്യമാക്കാൻ സാധിക്കും. പ്രേക്ഷകർ ഒരു കാര്യം ശ്രദ്ധിക്കുക, കൈരളി ടിവിയുടെ കൈരളി ന്യൂസിൻ്റെ ഈ സ്ക്രീനിൽ ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ കേരളം എങ്ങനെയാണ് ചിന്തിക്കുന്നത്, കേരളത്തിലെ വിവിധ മേഖലകൾ, ഇപ്പോൾ ജില്ലാ പഞ്ചായത്തുകൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നിങ്ങൾക്കതിൻ്റെ ആ സ്ക്രീനിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ കേരളത്തിൻ്റെ പൊതുചിത്രം ഗ്രാമപഞ്ചായത്തുകൾ, LDF എത്ര, UDF എത്ര, NDA എത്രയാണെന്ന് അറിയാൻ സാധിക്കും. അതുപോലെ കോർപ്പറേഷനുകൾ, നഗരസഭകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, ഇതെല്ലാം തന്നെ സമഗ്രമായ ഇതിൻ്റെ റിസൾട്ട് ഏറ്റവും മുകളിൽ അറിയാൻ സാധിക്കും. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ സ്ക്രീനിലൂടെ ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്തുകൾ എങ്ങനെയാണ്, അതിൻ്റെ ലീഡ് നില എങ്ങനെയാണെന്ന് അറിയാൻ സാധിക്കും. നഗരസഭകൾ, കേരളത്തിലെ 86 നഗരസഭകളുടെയും റിസൾട്ട് എന്താണെന്ന് ഈ സ്ക്രീനിലൂടെ ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. കോർപ്പറേഷനുകളിലെ ലീഡ് നിലയും അതുപോലെ അതിൻ്റെ മുഴുവൻ ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ എത്ര വാർഡുകൾ എന്നുള്ള വിവരവും അറിയാൻ സാധിക്കും. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ എങ്ങനെ ചിന്തിക്കുന്നു, പിന്നെ ഗ്രാമപഞ്ചായത്തുകൾ, ജില്ല തിരിച്ചുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ വിവരങ്ങൾ, ഇതെല്ലാം തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ പ്രേക്ഷകർക്ക് അറിയാൻ സാധിക്കുന്ന രീതിയിലാണ് ഞങ്ങളുടെ കൈരളി ന്യൂസിൻ്റെ ഈ സ്ക്രീൻ ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവരും തന്നെ ഓർക്കുക, ഇത്തവണ 2,11,00,000 പേരാണ് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. പോളിംഗ് ശതമാനം 73.69. പോളിംഗ് ശതമാനം 73.69 എന്ന് പറയുമ്പോൾ മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത് കുറഞ്ഞ പോളിംഗ് ആണ്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 75.95% പേരായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയത്. അപ്പോൾ ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു 2% പോളിംഗ് കുറഞ്ഞു എന്ന് പറയാം. 2% പോളിംഗ് കുറഞ്ഞാൽ അത് ആർക്ക് ഗുണകരമാകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പണ്ടെല്ലാം അത്തരത്തിലൊരു വിലയിരുത്തലുണ്ടായിരുന്നു. പോളിംഗ് കുറഞ്ഞാൽ അത് LDFന് ഗുണം ചെയ്യും, പോളിംഗ് കൂടിയാൽ UDFന് ചെയ്യുമെന്നതെല്ലാം തന്നെ പഴയ ഒരു സങ്കല്പമാണ്. അതെല്ലാം തന്നെ അതെല്ലാം തന്നെ മാറി മറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമുക്കൊരിക്കലും തന്നെ പോളിംഗിൻ്റെ ഏറ്റക്കുറച്ചുകൾ അനുസരിച്ച് ആരുടെയെങ്കിലും വിജയവും പരാജയവും ആ രീതിയിൽ നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ല. 2015 77.6% പോളിംഗ് ഉണ്ടായിരുന്നു. 2010 76.32%. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞൊരു 4 തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ചാൽ, ഒരു പോളിംഗ് ശതമാനം അനുസരിച്ചാൽ ഏറ്റവും കുറഞ്ഞ പോളിംഗ് നടന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. ഏറ്റവും ഉയർന്ന പോളിംഗ് വയനാട്ടാണ്, 78.29%. വയനാട് 78.29%. വയനാട് എന്ന് പറയുന്നത് ഏറ്റവും ശ്രദ്ധേയമായ മത്സരങ്ങൾ നടക്കുന്ന ഒരു ജില്ലയാണ്. കാരണം അറിയാം, അവിടെ വലിയ ഒരു പ്രകൃതി ദുരന്തമുണ്ടായി. വലിയ ഒരു കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഴിമതി നടന്ന ഒരു ജില്ലയാണെന്ന് തന്നെ പറയാം. വലിയ ദുരന്തങ്ങൾ, അവിടെ കോൺഗ്രസിൻ്റെ DCC ട്രഷറർ തന്നെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. യൂത്ത് കോൺഗ്രസ് ഫണ്ട് തട്ടിപ്പ്, അതെല്ലാം പ്രചാരണ വിഷയമായിരുന്നു. അവിടെയായിരുന്നു ഏറ്റവും ഉയർന്ന പോളിംഗ്. നമുക്ക് കണ്ണൂരിലേക്ക് പോകാം. കണ്ണൂരിൽ നിന്നും സന്തോഷമായിരുന്നു. കണ്ണൂരിൽ നിന്ന് എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ? അവിടെ എല്ലാം പൂർണ്ണമായും സജ്ജമാണോ? CPIM വലിയ ഒരു തൂത്തുവാര് പ്രതീക്ഷിക്കുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ. സന്തോഷ്. തീർച്ചയായും രാജേന്ദ്രൻ, കണ്ണൂരിൽ 7:30 തന്നെ സ്ട്രോങ് റൂം തുറന്ന് വോട്ടെണ്ണാൻ ആരംഭിക്കും എന്നുള്ളതാണ്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. 20 കേന്ദ്രങ്ങളിലാണ് കണ്ണൂർ ജില്ലയിൽ വോട്ടെണ്ണൽ നടക്കുന്നത്. 11 ബ്ലോക്ക് പഞ്ചായത്തുകൾ കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ ഈ കണ്ണൂർ കോർപ്പറേഷൻ്റെ പ്രത്യേക വോട്ടെണ്ണൽ കേന്ദ്രം, ഒപ്പം തന്നെ 8 നഗരസഭകളുടെ വോട്ടെണ്ണൽ കേന്ദ്രം, അങ്ങനെ 20 സ്ഥലത്താണ് വോട്ടെണ്ണൽ നടക്കുന്നത്. ഈ ബ്ലോക്ക് പഞ്ചായത്ത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഈ പഞ്ചായത്തുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ജില്ലാ പഞ്ചായത്തുകളുടെയും വോട്ടെണ്ണും 8 നഗരസഭകളുടെ വോട്ടുകൾ അതാത് കേന്ദ്രങ്ങളിൽ എണ്ണും. കണ്ണൂർ കോർപ്പറേഷൻ്റെ വോട്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മുനിസിപ്പൽ സ്കൂളിൽ വെച്ചിട്ടാണ് വോട്ട് എണ്ണുന്നത്. രാജേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്താകെ പോളിംഗ് ശതമാനം ഇത്തവണ കുറഞ്ഞപ്പോൾ കണ്ണൂർ ജില്ലയിലും 2% പോളിംഗ് കുറവ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ശക്തമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള പോരാട്ടം നടക്കുന്നത് കണ്ണൂർ കോർപ്പറേഷനിലാണ്. പൊതുവെ മറ്റ് സ്ഥലങ്ങളിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ LDFന് വ്യക്തമായിട്ടുള്ള മേധാവിത്വം പൊതുവെ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്നു.
കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ കോർപ്പറേഷനാണ് കഴിഞ്ഞ തവണ LDF കൈവിട്ടത്. അതുകൊണ്ട് ഇത്തവണ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാനുള്ള ശക്തമായിട്ടുള്ള ശ്രമങ്ങൾ LDFിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല മത്സരം കണ്ണൂർ കോർപ്പറേഷനിൽ ഇത്തവണ നടന്നിട്ടുണ്ട്. UDF ഭരണസമിതിയുടെ കഴിഞ്ഞ 5 വർഷത്തെ അഴിമതി കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ വികസന മുരടിപ്പിതപ്പോൾ സജീവമായ ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ LDFന് കഴിഞ്ഞു. പ്രചരണ രംഗത്ത് ആ ഒരു മേൽക്കൈ നേടാനായിട്ടുണ്ട്. ഏതായാലും എല്ലാവരും കാത്തിരിക്കുന്നതും കണ്ണൂർ കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കും എന്നുള്ളത് തന്നെയാണ്. പൊതുവേ കണ്ണൂർ ജില്ലയിൽ മറ്റ് നഗരസഭകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 8 നഗരസഭകളിൽ 5ഇടത്തും കഴിഞ്ഞ തവണ LDF ആണ് വിജയിച്ചത്. ശ്രീകണ്ഠപുരത്തും തളിപ്പറമ്പിലും പാനൂരിലും 3 സ്ഥലത്തായിരുന്നു UDFന് വിജയിക്കാൻ കഴിഞ്ഞത്. 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 10 സ്ഥലത്തും LDF ആണ് ജയിച്ചത്. ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് UDFനുള്ളത്. ജില്ലാ പഞ്ചായത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള മേധാവിത്വം LDF കാലങ്ങളായി തുടരുന്ന ജില്ലാ പഞ്ചായത്താണ് കണ്ണൂരിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ പൊതുവെ LDF ഇത്തവണയും ഒരു വലിയ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് കണ്ണൂരിൽ ഉള്ളത്. UDFിൻ്റെ കൈവശമുള്ള നഗരസഭകൾ തിരിച്ചുപിടിക്കാൻ കഴിയും ഇത്തവണ. പാനൂരിലും തളിപ്പറമ്പിലുമെല്ലാം വലിയ പ്രതീക്ഷ LDF വച്ച് പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കണ്ണൂർ ജില്ലയിലെ പൊതുവെ തിരഞ്ഞെടുപ്പ് ചിത്രത്തിൽ സാധാരണഗതിയിൽ NDAക്ക് വലിയ കാര്യമായ പ്രാധാന്യം ഉണ്ടാകാറില്ല. BJPക്ക് നാമമാത്രമായ പ്രാധാന്യം മാത്രമേ ഉള്ളൂ. ഒരു തദ്ദേശ സ്ഥാപനം പോലും കണ്ണൂരിൽ NDA ഭരിക്കുന്ന സ്ഥാപനങ്ങൾ ഇല്ല. ഈ ചില പഞ്ചായത്തുകളിൽ നാമമാത്രമായിട്ടുള്ള സാന്നിധ്യം മാത്രമേ ഉള്ളൂ. ഏതായാലും ശക്തമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കണ്ണൂരിൽ ഇത്തവണ വേദിയായിട്ടുണ്ട്. നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ സജീവമായിട്ടുള്ള ചർച്ചാ വിഷയമായിട്ടുണ്ട്. കേരളത്തിൽ LDF രാജേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വൻ വിജയം പ്രതീക്ഷിക്കുന്ന ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ. രാജേന്ദ്രൻ, വളരെയധികം നന്ദി സന്തോഷ്. അവിടുത്തെ വിവരങ്ങൾ തത്സമയം അപ്ഡേറ്റ് ചെയ്യൂ.